ഇപ്രാവശ്യം രാജസ്ഥാന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കപ്പ് നേടേണ്ട ടീമായിരുന്നു രാജസ്ഥാൻ. എന്നാൽ അവസാന നിമിഷങ്ങളിൽ രാജസ്ഥാൻ ഡൗൺ ആയി. ഇപ്പോഴിതാ രാജസ്ഥാൻ ടീമിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അടുത്ത IPL പുതിയൊരു ടീമായിരിക്കും രാജസ്ഥാന്റേത്. 4 പേരെ ഒഴിച്ച് ബാക്കി എല്ലാ താരങ്ങളും പുറത്തായിരിക്കുകയാണ്. രാജസ്ഥാൻ വമ്പൻ താരങ്ങളെയാണ് ലേലത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാജസ്ഥാന്റെ IPL 2025 സ്ക്വാഡിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ കുറ്റം പറയാൻ സാധിക്കില്ല. അതുപോലെ മികച്ച രീതിയിലാണ് സഞ്ജു രാജസ്ഥാനെ മുന്നോട്ട് നയിച്ചത്. ഫൈനൽ എത്തിയില്ലെങ്കിലും രാജസ്ഥാൻ നല്ല കളി തന്നെയാണ് കാഴ്ചവെച്ചത്. അടുത്ത വർഷം മെഗാ താരലേലമാണ്. 4 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. ബാക്കി എല്ലാ താരങ്ങളും ലേലത്തിലേക്ക് പോകും. രാജസ്ഥാൻ ടീമിൽ നിന്ന് സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ജോസ് ബട്ട്ലർ, ജയ്സ്വാൾ ഇവരായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ബാക്കി എല്ലാ താരങ്ങളെയും റിലീസ് ചെയ്യും. RTM കാർഡ് വഴി ബോൾട്ടിനെ തിരിച്ചു വിളിക്കും. ഇനി ലേലത്തിൽ രാജസ്ഥാൻ ടീം വലിയ താരങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. രോഹിത് ശർമ്മയെ മുംബൈ ടീം നിലനിർത്തില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത വർഷം രോഹിത് ശർമ്മ പുതിയൊരു ടീമിലേക്ക് ചേക്കേറിയേക്കും. ഇങ്ങനെ വരുമ്പോൾ രാജസ്ഥാൻ ടീം രോഹിത് ശർമ്മയെ ടാർഗറ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജയ്സ്വാളും രോഹിത് ശർമ്മയും ഇന്ത്യൻ ടീമിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഓപ്പണേഴ്സും അവരാണ്. രോഹിത് ശർമ്മയെ രാജസ്ഥാൻ വാങ്ങിയാൽ ബട്ട്ലറും ജയ്സ്വാളും രാജസ്ഥാന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹൈദരാബാദ് ടീമിന്റെ ഹെൻറിച്ച് ക്ലാസൻ, അദ്ദേഹത്തെയും രാജസ്ഥാൻ ടീം നോട്ടമിടുന്നുണ്ട്. ഇനി വിരാട് കോഹ്ലി RCB ടീം വിട്ടു പോയാൽ ഉറപ്പായിട്ടും രാജസ്ഥാൻ കോഹ്ലിയെ വാങ്ങും. കോഹ്ലി ചിലപ്പോൾ RCB വിടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ബാറ്റിംഗിൽ മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനാണ് രാജസ്ഥാന്റെ പദ്ധതി. അതുപോലെ ട്രെൻഡ് ബോൾട്ടിനൊപ്പം തന്നെ ഒരു മികച്ച ബൗളറെയും രാജസ്ഥാന് ആവശ്യമാണ്. ലേലത്തിൽ സ്റ്റാർക്കിനെ ചിലപ്പോൾ രാജസ്ഥാൻ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ക്യാപ്റ്റൻസി വരെ രാജസ്ഥാന്റെ മാറിയേക്കും. ഒരു പുതിയ ടീമായിരിക്കും രാജസ്ഥാന് IPL 2025. അപ്പോൾ രാജസ്ഥാൻ ടീമിൽ ആരെയൊക്കെ അടുത്ത പ്രാവശ്യം വാങ്ങണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.